കാനായി മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനൊരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. ഗ്രാമീണ ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് വടക്കൻ കേരളത്തിലുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാനായി മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ ടൂറിസം ഇന്ന് ലോകത്ത് തന്നെ ഏറെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ടൂറിസമാണ്, ഒരു പുതിയ ട്രെൻഡാണ്. ആളുകൾ സൈലന്റ് ടൂറിസത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഒരു ലോക ട്രെൻഡ്. സൈലന്റ് ടൂറിസം, നിശബ്ദ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുക എന്നത്. അറിയപ്പെടുന്ന ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ ജനനിബിഡമാണ്, വലിയ നിലയിൽ ആളുകൾ വരുന്ന ഇടങ്ങളാണ്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്കൊക്കെ നമ്മുടേതായ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലം നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അത് ശരിക്കും നമുക്ക് വികസിപ്പിച്ചുകൂടെ എന്നൊക്കെയുള്ള ചിന്ത ഉയർന്നു വരിക സ്വാഭാവികമാണ്. തിരക്കില്ലാത്ത സ്വച്ഛമായ ഇടങ്ങളാണ് പുതിയ കാലത്ത് സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുന്ദരവും സ്വച്ഛന്തവുമായ ഗ്രാമീണ സൗന്ദര്യത്തിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വടക്കൻ കേരളത്തിൽ നിരവധിയുണ്ട്. അവ കണ്ടെത്തി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ വികസിപ്പിച്ചാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അത് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ കാനായി മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത എന്നിവർ മുഖ്യാതിഥികളായി. ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ, പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. വിശ്വനാഥൻ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കാനായി. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനൊരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.